ഓം ശ്രീ സായിരാം. എല്ലാമായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണെന്നറിയാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു തന്ന ഒരു കാര്യം നമുക്കൊന്ന് ഓർക്കാൻ ശ്രമിക്കാം. ഒരു ദിവസം ഭഗവാൻ വിദ്യാർത്ഥികളുടെ കൂടെ ഇരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് സ്വാമി ആ സ്റ്റുഡൻസ് വിദ്യാർത്ഥികളോട് ചോദിച്ചു, ഈ ലോകത്തിൽ ദുർലഭങ്ങളിൽ ദുർലഭം എന്താണ്? റയറസ്റ്റ് ഓഫ് ദി റയർ, ഏറ്റവും ദുർലഭമായതിൽ ദുർലഭം എന്താണ്? റയറസ്റ്റ് ഓഫ് ദി റയർ. കുട്ടികൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. സ്വാമി പറഞ്ഞു ഇതൊന്നുമല്ല. അവസാനം ഭഗവാൻ അതിന് ഉത്തരം പറഞ്ഞു, മനുഷ്യജന്മം കിട്ടലാണ് ഏറ്റവും വലിയ ദുർലഭമായിട്ടുള്ളത്. നരജന്മം പറയില്ല, നരജന്മം ദുർലഭമാണ്, മനുഷ്യനായിട്ട് ജനിക്കുക. 2, അവതാരകാലത്ത് മനുഷ്യനായിട്ട് ജനിക്കുന്ന അതിനേക്കാൾ ദുർലഭമാണ്. 3, അവതാര പുരുഷനാണെന്ന് മനസ്സിലാവില്ല, അതിനേക്കാൾ ദുർലഭമാണ്. 4, സ്വാമി പറഞ്ഞു ഏറ്റവും ദുർലഭമായത് അവതാര പുരുഷൻ്റെ പ്രവർത്തനങ്ങളിൽ, ആ ഡിവൈൻ മിഷനിൽ അവതാര ലക്ഷ്യത്തിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടലാണ്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മുമ്പിൽ അണ്ണാറക്കണ്ണനും കുരങ്ങന്മാരും എല്ലാം വർക്ക് ചെയ്തതുപോലെ മനുഷ്യജന്മം കിട്ടൽ ദുർലഭങ്ങൾ ദുർലഭമാണ്. അവതാരകാലത്ത് മനുഷ്യജന്മം കിട്ടൽ അതിനേക്കാൾ ദുർലഭമാണ്. അവതാര പുരുഷനാണെന്ന് മനസ്സിലാക്കി കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തുണ്ട്. എത്ര പേർക്ക് സ്വാമി അവതാര പുരുഷനാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത് അവതാരകാലത്ത് ജനിച്ചാൽ മാത്രം പോരാ, അവതാര പുരുഷനായിട്ട് മനസ്സിലാവില്ല, അതിനേക്കാൾ ദുർലഭമാണ്. ഏറ്റവും ദുർലഭമായത് അവതാര പുരുഷൻ്റെ അവതാര ദൗത്യത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമാണ്. ഇത് 4 കിട്ടിയവരാണ് നമ്മളെല്ലാവരും. മനുഷ്യജന്മം കിട്ടി, അവതാരകാലത്ത് മനുഷ്യജന്മം കിട്ടി, അവതാര പുരുഷനാണെന്ന് മനസ്സിലായി, അവതാര പുരുഷൻ്റെ ദൗത്യത്തിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കേണ്ട. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇത് കൈവിട്ട് കളയരുത്, കയ്യിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോകരുത്. ഈ അവസരം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കാൻ, പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായിരാം.